സമയം. ഗുഡ് ഈവനിങ് സാനിയോ മനോമി. അവിടെ നേരിട്ട് കണ്ട് സാനിയോ പകർത്തിയ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ വിവരങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു. ഇതിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടാകാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ അഴിമതിക്ക് അവരും കുടപിടിക്കുകയാണോ ആറളത്ത്? വളരെ സങ്കടകരമായ കാര്യമാണ്. ആറളം ഫാമിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് ഫാം നശിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിടങ്ങൾ വെള്ളാനകളെ പോലെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2019 നിർമ്മാണം പൂർത്തിയായെങ്കിലും പിന്നെയും 5 വർഷമെടുത്ത് 2024 അത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് പിന്നെ ഇപ്പോൾ വീണ്ടും 1 വർഷമാകുന്നു. എന്നിട്ടും അത് തുറന്നു കൊടുത്തില്ല എന്ന് പറയുമ്പോൾ സങ്കടകരമാണ് കാര്യങ്ങൾ. കാരണം എല്ലാ വകുപ്പും ഇത് കാണുന്നുണ്ട്, പക്ഷെ മനഃപൂർവ്വം തുറന്നു കൊടുക്കാത്തതാണ്. അതിന് ചില കാരണങ്ങൾ എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇത്തരത്തിൽ തുറന്നു കൊടുത്താൽ സ്റ്റാഫ് പാറ്റേൺ ഫിക്സ് ചെയ്യേണ്ടി വരും, അവിടെ കൂടുതൽ ആളുകളെ നിയമിക്കേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ സാമ്പത്തികമായ ആവശ്യങ്ങൾ വരും. അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹയർ സെക്കൻഡറി സ്കൂളിനൊരു കെട്ടിടം പണിതിട്ടുണ്ട്. നിലവിലെ ആറളത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത് ഹൈസ്കൂളിന്റെ ഭാഗമായാണ്. എന്നാൽ ആ കെട്ടിടം, നേരത്തെ പണിത നല്ല മനോഹരമായ കെട്ടിടം, ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ല. അത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ, അതായത് ഹൈസ്കൂളിൽ പഠിക്കേണ്ടി വരുന്ന ആ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി അവർക്ക് വ്യക്തമായ നല്ല സൗകര്യത്തോടെ പഠിക്കാമെന്നുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ നബാർഡിന്റെ ഫണ്ട് ഇങ്ങനെ കിട്ടുമ്പോൾ കെട്ടിടം അങ്ങ് പണിതിടുകയാണ്, യാതൊരു ഐഡിയയുമില്ല, അല്ലെങ്കിൽ അതാത് വകുപ്പുകളോട് ചോദിക്കുന്നില്ല. ഇപ്പോൾ സിവിൽ സപ്ലൈസിന്റെ 3 കെട്ടിടങ്ങളാണ് അവിടെ സപ്ലൈകോ വകുപ്പിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. സപ്ലൈകോ അറിഞ്ഞിട്ടില്ല. ആശുപത്രിക്ക് വേണ്ടി ഒരു കെട്ടിടം എല്ലാ വകുപ്പുകൾക്കും അവരുടെ ശ്രദ്ധയിലേക്ക് നമ്മളിപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ പോലെ ഉദ്ഘാടനം ചെയ്ത കെട്ടിടമടക്കം അവിടെ കിടക്കുന്നുണ്ട്. ഇതാരെങ്കിലും ഒന്ന് ഏറ്റെടുത്ത് ഉപയോഗിക്കൂ എന്നതല്ലേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ സാനിയോ? അതായത് മുൻപും അവിടെ പോയപ്പോൾ കണ്ടതിന്റെ സങ്കടപ്രകാരമാണ് ഈ പ്രാവശ്യം അതൊരു വാർത്തയാക്കാമെന്ന് കരുതിയത്. ഒരൊറ്റ അപേക്ഷ മാത്രമേ അധികൃതരോടുള്ളൂ. ആരെങ്കിലും ഒക്കെ ഈ കെട്ടിടം ഏറ്റെടുക്കൂ, നിങ്ങളുടെ വകുപ്പുകൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാവട്ടെ, ഏറ്റെടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പ്രവർത്തിക്കൂ, ഇല്ലെങ്കിൽ 80 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി നബാർഡ് കൊടുത്ത 80 കോടി, ലക്ഷമല്ല 80 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ കെട്ടിടങ്ങളും കാട് കയറി നശിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അത് ഇനിയെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ ആ പണം ഫലവത്താവുകയുള്ളൂ എന്ന് മാത്രമാണ് നമുക്ക് അതാത് വകുപ്പ് മന്ത്രിമാരോടും അതുപോലെ പട്ടികജാതി വികസന വകുപ്പിനോടും ഒക്കെ പറയാനുള്ളത്. സുജയ. ഓക്കെ, സാനിയോ മനോമിയാണ് ആറളം ഫാം എങ്ങനെയാണ് ഒരു വെള്ളാനയായി മാറിക്കിടക്കുന്നത് എന്ന കാഴ്ച പങ്കുവച്ചത്. അവിടുത്തെ വന്യജീവി ശല്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന, അല്ലെങ്കിൽ അതിനായി പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നവർ മറുഭാഗത്ത് കിടക്കുന്ന ഈ വെള്ളാനയിലേക്ക് കൂടി ഒന്ന് കണ്ണോടിക്കണം.